ചില വീട്ടിനകത്ത് എപ്പോഴും കലഹങ്ങളായിരിക്കും. വാസ്തുപ്രകാരം അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വീട്ടിൽ സമാധാനം ഉണ്ടാകാനായിട്ടുള്ള യന്ത്രങ്ങൾ, ചിലത് നമ്മൾ കിടപ്പുമുറിയിൽ വെക്കുന്ന യന്ത്രങ്ങളുണ്ട്, ചിലത് വീടിൻ്റെ ഒത്ത നടുക്ക് സ്ഥാപിക്കുന്നത്, ചിലത് പൂജാമുറിയിൽ വെക്കുന്നത്. എല്ലാ യന്ത്രങ്ങളും പൂജാമുറിയിൽ വെക്കേണ്ടതല്ല. അങ്ങോട്ട് കയറുന്ന വാതിലിൻ്റെ ഇടത് ഭാഗത്ത് വെക്കുന്നുണ്ട്, വലത് ഭാഗത്ത് വെക്കുന്നുണ്ട്, ഒത്ത നടുക്കിൽ വെക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രഹത്തിൽ ഓരോ രീതിയിൽ സ്ഥാപിക്കാനും നിയമങ്ങളുണ്ട്. നമ്മുടെ വിചാരം ഇപ്പം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവുക എന്ന് മാത്രമാണ്. അങ്ങനെയല്ല, എല്ലായിടത്തും നമുക്ക് സമാധാനവും സമൃദ്ധിയും ഉണ്ടാക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയാം. ഇപ്പം പൈസ ഒരുപാട് കയ്യിൽ വന്നിട്ട് ഒരു മനസമാധാനം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. തകിടുകൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ടൂൾസായിട്ട് ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കാര്യലബ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഈ തകിടുകൾ ഹെൽപ്പ് ചെയ്യുന്നത്? തകിടുകൾ എന്ന് പറയുന്നത് നമ്മൾ ജ്യോതിഷം റിലേറ്റഡ് അല്ല, അത് തന്ത്രത്തിലാണ് നമ്മൾ ആ കാര്യങ്ങൾ ഉപയോഗിക്കുക. ജ്യോതിഷപ്രകാരം നമ്മൾ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ പരിഹാരാർത്ഥമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടൂൾസ് എന്ന് പറയുന്നത്. അത് തകിട് അല്ലെങ്കിൽ നമ്മൾ ചരട് ജപിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള പരിഹാരങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ തകിടെന്ന് പറയുമ്പം ഒരു ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഒരു ദേവതയുടെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. അതായത് ഒരു ദേവതയുടെ എനർജി വേവിനെ നമ്മൾ ത്രികോണം, വൃത്തം, അതുപോലെ വീതിവൃത്തങ്ങൾ, അതുപോലെ അഷ്ടദളം, ദളങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് അതിനകത്ത് മന്ത്രാക്ഷരങ്ങൾ എഴുതി അതിനകത്ത് പ്രാണപ്രതിഷ്ഠയെല്ലാം ചെയ്ത് അതിന് പ്രാണൻ കൊടുത്തിട്ട് ആണ് നമ്മൾ ഈ തകിട് നിർമ്മിക്കുക. അത് ഓരോരോ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരോ രീതിയിൽ തകിട് എഴുതുന്ന ക്രമങ്ങളുണ്ട്. അതായത് ഓരോരോ വസ്തുവിൽ, അതായത് ഇപ്പം നമ്മളിപ്പം കണ്ടിട്ടുള്ള തകിടുകളെല്ലാം സാധാരണയായിട്ട് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് സിൽവർ അല്ലെങ്കിൽ ചെമ്പ്, സ്വർണം ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. മരത്തിൻ്റെ തൊലിയിലൊക്കെ എഴുതുന്ന ക്രമങ്ങളുണ്ട്. ചില പ്രത്യേകതരം മരത്തിൻ്റെ തൊലികൾ, അതുപോലെ ചില ഇലകളിൽ എഴുതി കൊടുക്കുന്ന ക്രമങ്ങളുണ്ട്. അത് ഓരോരോ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് തകിട് എഴുതേണ്ടത്. പിന്നെ ഈ തകിട് എഴുതുമ്പോൾ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലായിടത്തും എഴുതി വെച്ച തകിടൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങിയിട്ടൊക്കെയാണ് പലരും കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ അല്ലാത്ത രീതിയിലാണ് ഇതിന് കൃത്യമായിട്ടുള്ള ക്രമത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പം ഈ തകിട് ഇപ്പം പറഞ്ഞ പോലെ തകിട് കൃത്യമായ മന്ത്രോച്ചാരണം കൊടുത്ത് ജപം ചെയ്ത് ആണ് ഒരാൾക്ക് കൊടുക്കുക. അപ്പോൾ അത് ഇപ്പം ചിലർ പറഞ്ഞിട്ടുണ്ട് ഇത്ര നാൾ കഴിഞ്ഞാൽ ഒന്നുകൂടെ കൊണ്ടുവരണം. അതായത് ഓരോരോ ലോഹത്തിന് ഇത്ര കാലയളവ് പറയുന്നുണ്ട്. ഇപ്പോൾ ചെമ്പിൽ എഴുതുന്നതാണെങ്കിൽ 6 മാസം, വെള്ളിയിലാണെങ്കിൽ 1 വർഷം, പിന്നെ സ്വർണ്ണമാണെങ്കിൽ നമുക്ക് ആജീവനാന്ത കാലത്തേക്ക് മൊത്തം ഉള്ളതാണെന്നാണ് പൊതുവേ ഉള്ളൊരു കണക്ക് പറയുന്നത്. ഇത് ഈ 6 മാസം എന്ന് പറഞ്ഞാൽ അതിൽ ആ എനർജി നിൽക്കുന്ന ഒരു കാലയളവാണ്. അതിനെ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അത് ഈ 3 ലോഹങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ശരീരവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ചില റെപ്രസെൻറ്റേഷൻ ഇതിനകത്തുണ്ട്. അഗ്നി, സൂര്യ, സോമമണ്ഡലമായിട്ട് നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ, ആയുർവേദത്തിലൊക്കെ നമ്മുടെ ശരീരത്തെ 3 ഭാഗമായിട്ട് ക്രമം തിരിക്കുന്നുണ്ട്. ഇതിൽ അഗ്നിമണ്ഡലം എന്ന് പറയുന്നത് ദഹനം നടക്കുന്നത്, സൂര്യമണ്ഡലം ഇവിടെ ഹൃദയഭാഗത്ത് വരുന്നത്, സോമമണ്ഡലം തലയുടെ മുകൾ ഭാഗത്തേക്ക് തലച്ചോറ് പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പ്രതീകമായിട്ടാണ് അഗ്നിക്കാണ് ചെമ്പ്, സൂര്യന് സ്വർണം, വെള്ളി സോമമണ്ഡലം. ഇങ്ങനെ ശരീരവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ 3 ലോഹങ്ങളെ നമ്മൾ ത്രിലോഹ പദ്ധതി എന്ന് പറയാം. ഈ ത്രിലോഹത്തിൽ തന്നെ പഞ്ചലോഹത്തിൽ ഉപയോഗിക്കുന്ന ക്രമങ്ങളുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ചില മരത്തിൻ്റെ തൊലി, അത് നമ്മളതിനെ അരച്ച് അതിനെ ആ ഒരു രീതിയിലാക്കി അതിലെഴുതുന്നത്. ഇതിലെഴുതാൻ ഉപയോഗിക്കുന്ന നാരായങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. എല്ലാവരും ഇപ്പോൾ ചെമ്പിലുള്ളത്, പിന്നെ അതുപോലെ കാഞ്ഞിരത്തിൻ്റെ കോല് കൊണ്ടുണ്ടാക്കിയത്, പിന്നെ അതുപോലെ കരിങ്ങാലിയുടെ കോല് കൊണ്ടുണ്ടാക്കിയത്, ഇങ്ങനെ ഓരോന്നിനും ഓരോരോ കാര്യങ്ങൾക്കനുസരിച്ച് ഇതിൽ കൃത്യമായിട്ട് ഇതിന് ക്രമങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ അരച്ച് തേക്കുന്നതായിട്ടുള്ള ചില മെഡിസിൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ആയുർവേദപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അരച്ചിട്ട് ഇതിൽ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ എഴുതുക. ഇത് വിദർഭമായി എഴുതുക എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് ബാക്കിൽ നിന്ന് മുന്നിലേക്ക് വെച്ച് എഴുതുക. ഇങ്ങനെ ഓരോ ക്രമങ്ങളുണ്ട്. ഈ ക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തകിടിടുന്നത് പൂർണ്ണ ഫലത്തിലേക്ക് തന്നെ വരും. ഈ കുട്ടികളിൽ, അതായത് ഈ നൂല് കെട്ടുന്ന സമയത്തല്ല, അത് കഴിഞ്ഞിട്ട് അരഞ്ഞാണം കെട്ടുന്ന സമയത്ത് തകിടുകൾ ചേരാറുണ്ട്. ചില കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധി കുറവാണ് എന്ന്, ഇപ്പം ഇത് കിട്ടിയാലും കുട്ടികൾക്ക് നല്ലതായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു കുഞ്ഞു കുട്ടിയിൽ അത് അഫക്റ്റഡ് ആകുന്നത്? ഈ കുഞ്ഞുകുട്ടിയിൽ നൂലുകെട്ടിൻ്റെ സമയത്ത് ഇടുന്നത് നമ്മൾ ഈ താന്ത്രിക വിധിപ്രകാരമുള്ള തകിടല്ല. അതിൽ പഞ്ചലോഹങ്ങൾ അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളൊക്കെ കോർത്തിട്ടിടുന്നതാണ്. അതായത് കുട്ടികൾക്കും കൊടുക്കാറില്ല. ഇപ്പം കുട്ടികൾക്ക് നമ്മൾ ശരിക്കും ഒരു വയസ്സായതിന് ശേഷമാണ് നമ്മൾ തകിട് ബാലാരിഷ്ടത്തിനുള്ള, അത് നമ്മൾ ലോഹത്തിലല്ല ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില മെഡിസിൻസ് എല്ലാം അരച്ച് കൂട്ടിയിട്ട് അത് പരത്തിയിട്ടാണ് ഇതിനകത്ത് എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാണ്ട്, ഇതിൻ്റെ ഒരു കവർ ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ കൂട്, തകിടിൻ്റെ കൂട്. ഇത് ഇപ്പം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്.
ഈ വെള്ളി ലോഹം കൊണ്ടുള്ളതിനെ നമ്മൾ സ്വർണത്തിൻ്റെ കൂട്ടിനകത്ത് വെക്കും. അങ്ങനെ ഒരിക്കലും നിയമമില്ല. അതായത് താന്ത്രിക വിധി പ്രകാരമുള്ള ക്രമത്തിൽ അതാത് ലോഹങ്ങളുടെ ക്രമം കൊണ്ടാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ഈയം എന്ന് പറയുന്ന പഞ്ചലോഹത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ ഈയത്തിൽ എഴുതുന്ന ക്രമമുണ്ട്. ഇത് ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങളനുസരിച്ച് അവൻ്റെ ശരീരത്തിന് ഏതാണ് സ്വാധീനിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വേണം ഈ തകിട് ഉണ്ടാക്കാൻ. പക്ഷെ ഇപ്പം നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ നമുക്കിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ച തകിടൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് നമ്മൾ വീട്ടിൽ വിളക്കെത്തിക്കും. ഇത് ശരിക്കും ഒരു ദേവതയുടെ ശരീരം തന്നെയാണ്. ആ ദേവത തന്നെയാണ് ഈ തകിടുകളുള്ളത്. നമ്മൾ എനർജൈസ് ചെയ്ത് ഈ തകിട് ധരിക്കുന്നതോടൊപ്പം ആ തകിടിൻ്റെ വിധാനപ്രകാരമുള്ള ദേവത, അതായത് ആ തകിടിൽ ഏത് ദേവതയുടെ ക്രമമാണോ ഉള്ളത് ആ മന്ത്രങ്ങൾ ആ വ്യക്തി ജപിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ എഫക്റ്റീവാണ്. അപ്പം ശരിക്കും എങ്ങനെയാണ് ഒരാളിൽ ഈ തകിട് പ്രവർത്തിക്കുന്നത്? തകിട് മാത്രമല്ല, ഈ ധനലക്ഷ്മി യന്ത്രം എന്നൊക്കെ പറയുന്ന പോലുള്ള സാധനങ്ങൾ, അതുപോലെ മറ്റു പല ടൂളുകളും ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ രുദ്രാക്ഷം പോലുള്ള ഒരുപാട്, ഇപ്പം കുറച്ച് നാൾ മുമ്പ് ഒരു മാല ഭയങ്കര ട്രെൻഡിങ് ആയി, കരിങ്ങാലി മാല. ശിവകാർത്തികൻ, മോഹൻലാൽ പോലെ അങ്ങനെ ഒരുപാട് നടന്മാർ അത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ട്. ധനുഷ് അങ്ങനെ ധനുഷ്, അതെ അതെ. അതുപോലെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, കരിങ്ങാലി എന്ന് പറയുന്നത് നമ്മളൊരു ആയുർവേദ വിധി പ്രകാരമുള്ള ഒരു മെഡിസിനാണ്. ഇത് നമ്മുടെ ശരീരത്തിനെ കൂൾ ചെയ്യാൻ നമ്മൾ കഴുത്തിൽ ഇടുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ സ്മെല്ല് ഇത് നമ്മളെ ബുദ്ധിയെ ക്ലിയർ ചെയ്യിക്കാനൊക്കെ സഹായിക്കും. ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇതേപോലെ ഈ തകിട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തകിടിൽ വെറും നമ്മൾ, അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ നമ്മൾ എഴുതി കൊടുക്കുമല്ലോ. ഒന്നാമത്തത് ഇതിനകത്ത് നമ്മൾ മന്ത്രസ്പന്ദനങ്ങളുണ്ട്. ഇത് ആൾക്കാരെ സ്വാധീനിക്കും. അത് നമ്മൾ ശബ്ദതരംഗങ്ങളാണല്ലോ, അത് സ്വാധീനിക്കും. രണ്ടാമത്തത് ഈ ലോഹത്തിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ തേക്കുന്നതായിട്ടുള്ള മരുന്നുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എഫക്റ്റ് ആവുകയും നമ്മുടെ ശരീരത്തിലാണല്ലോ ഇടുക. ഓരോ യന്ത്രങ്ങൾ ധരിക്കുന്നതിന് ശരീരത്തിൽ ഓരോരോ ഭാഗങ്ങളും പറയുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഇപ്പോൾ തകിട് വാങ്ങി കഴുത്തിലാണ് കെട്ടുക. കയ്യിൽ കൈ തണ്ടയിൽ കെട്ടേണ്ടതുണ്ട്, ഇവിടെ ഈ ഭാഗത്തായിട്ട് കെട്ടേണ്ടതുണ്ട്, കഴുത്തിൽ കെട്ടേണ്ടതുണ്ട്, അരയിലിടേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോരോ യന്ത്രങ്ങൾക്ക് ഓരോന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നമ്മുടെ കേരളീയ സമ്പ്രദായത്തിൽ, താന്ത്രിക സമ്പ്രദായത്തിലുണ്ട്, നമ്മൾ ഒരാളുടെ തലയുടെ ചുറ്റിന് തലച്ചുറ്റെടുക്കുക എന്നൊക്കെ പറയും. നമ്മൾ തലയുടെ ഒരു മൊത്തം വൃത്താകൃതി ഉണ്ടല്ലോ, ഈ ഒരു അളവെടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഒരാൾക്ക് വേണ്ടുന്നതായിട്ടുള്ള സകലമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസ പ്രശ്നം ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, അതിൻ്റെ കൂടെ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവും. ഇതിനെല്ലാം ഓരോരോ തകിട് മേത്ത് മൊത്തം ഇടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവസാനം മേല് മുഴുവൻ തകിടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ സർക്കിൾ ഒരു റേഡിയസ് നമ്മുടെ തലയുടെ ചുറ്റളവ് എടുത്തിട്ട് അതിനകത്ത് ഇയാൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഓരോരോ തകിടുകൾ എഴുതി, അതിന് ചില ക്രമമുണ്ട്. അതായത് ചില ദേവതാക്രമങ്ങൾ ചിലതിൻ്റെ കൂടെ കൂടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഡെപ്തിലുള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ ഈ മാന്ത്രിക ക്രിയകളിലൊക്കെ ഇതിങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ശൈവ സമ്പ്രദായത്തിലുള്ള ഒരു യന്ത്രം, ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ മഹാമൃത്യുഞ്ജയ യന്ത്രത്തിൻ്റെ കൂടെ നമ്മൾ ചില ശാക്ത യന്ത്രങ്ങളെ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭഗവതി വിധാനത്തിലുള്ള ചില യന്ത്രങ്ങൾ, ഇതിൻ്റെ കൂടെ എല്ലാ യന്ത്രവും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഓരോ യന്ത്രങ്ങൾക്ക് കൂടെ ചേരുന്നത്, ഇപ്പോൾ ഒരാൾക്ക് അസുഖം മാറാനാണെങ്കിൽ മൃതസഞ്ജീവിനി യന്ത്രമോ, പിന്നെ അതിൻ്റെ കൂടെ രോഗശാന്തികര യന്ത്രം എന്നൊക്കെ പറയുന്നത് നവഗ്രഹങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഗ്രഹശാന്തി ചെയ്യുന്ന യന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില ഗ്രഹങ്ങൾ പാപസ്ഥാനത്ത് നിൽക്കുകയും നീചസ്ഥാനത്ത് നിൽക്കുകയും ശത്രുസ്ഥാനത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ആ ഗ്രഹങ്ങളെ ഒന്ന് ശാന്തി ചെയ്യാനായിട്ടുള്ള ഗ്രഹശാന്തി യന്ത്രം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതിനൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ കറക്റ്റാക്കി എടുത്തിട്ട് എഴുതുകയാണെങ്കിൽ ഇയാളുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാവുന്ന രീതിയിൽ ഇടാവുന്ന ക്രമങ്ങളുമുണ്ട്. അത് ഒറ്റ തകിടിൽ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർക്ക്. പിന്നെ ചില പെർട്ടിക്കുലർ കാര്യത്തിന് ആ പെർട്ടിക്കുലർ ആവശ്യത്തിലുള്ള തകിടുകൾ എഴുതണം. നമ്മൾ പൊതുവേ കണ്ടു പരിചയമുള്ളത് മുഴുവൻ ഈ വെള്ളിയും സ്വർണവും ചെമ്പുമാണ്. ഇത് മാത്രമല്ല യന്ത്രങ്ങളുടെ ക്രമം. ഇപ്പം എന്തോ മഹാലക്ഷ്മിയുടെ എന്തോന്ന് ചോദിച്ചു, മഹാലക്ഷ്മി യന്ത്രം അത് ഇതുപോലൊരു ലോഹത്തിലാണ്. അതിപ്പം അഷ്ടലക്ഷ്മികൾ എന്ന് പറഞ്ഞിട്ട് 8 ലക്ഷ്മികളുടെ വിധാനങ്ങളുണ്ട്. ഈ അഷ്ട ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8 വിധത്തിലുള്ള ഐശ്വര്യങ്ങളാണ്. ഈ അഷ്ടൈശ്വര്യത്തെ ഒന്നും കൂടി ഡിവൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 8 × 8 = 16 അപ്പോൾ ഷോഡശം 16 ഷോഡശലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രമം കൂടിയുണ്ട്. അത് തന്ത്രത്തിലെ കുറച്ചുകൂടി രഹസ്യമായിട്ടുള്ളത്. ഈ അഷ്ടലക്ഷ്മി ഫലിക്കാത്ത സ്ഥലത്ത് നമ്മൾ ഷോഡശലക്ഷ്മി യന്ത്രം കൊടുക്കും. അപ്പോൾ അത് കുറച്ചുകൂടി മൈന്യൂട്ടായിട്ട്, നമ്മുടെ വിചാരം ഇപ്പം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവുക എന്ന് മാത്രമാണ്. അങ്ങനെയല്ല. ഇപ്പം സന്താനലക്ഷ്മി ഉണ്ട്, അത് സന്താനങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. ഗജലക്ഷ്മി എന്ന് പറയുന്നുണ്ട്, അത് വാഹനത്തെ പ്രദാനം ചെയ്യും. പണ്ട് കാലത്ത് ഗജങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നല്ലോ, അശ്വം ഇതൊക്കെയായിരുന്നല്ലോ വാഹനം. ഇപ്പോഴല്ലേ നമുക്ക് വലിയ വേറെ കാറുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ഓരോ മേഖലകളിൽ, ഇപ്പം മനസമാധാനം, ആത്മീയമായിട്ടുള്ള മേഖല, എല്ലായിടത്തും നമുക്ക് സമാധാനവും സമൃദ്ധിയും ഉണ്ടാക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയാം. കേവലം പൈസ മാത്രമല്ല. ഇപ്പം പൈസ ഒരുപാട് കയ്യിൽ വന്നിട്ട് ഒരു മനസമാധാനം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. നമുക്ക് ആ പണം കൊണ്ട് ഒരു ഗുണമില്ലാത്ത രീതിയിലാകും. അപ്പം ഇങ്ങനെ ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുന്നത്, അത് ചില ആൾക്കാർക്ക് അഷ്ടലക്ഷ്മി ആയിരിക്കും, ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ ലക്ഷ്മിയിൽ ഏതെങ്കിലും ഒരു വിധാനം മതിയാകും,
ചില വ്യക്തികൾക്ക് ഷോഡശലക്ഷ്മി ക്രമത്തിൽ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൽ പൊതുവേ ഞാനിങ്ങനെ ഷോഡശലക്ഷ്മി വിധാനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, കാരണം അത് വളരെ രഹസ്യമായിട്ടുള്ള ചില വിധാനങ്ങളാണ്. പിന്നെ ജാതകവശാൽ ചില ആൾക്കാർക്ക് ദാരിദ്ര്യ യോഗം അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില യോഗങ്ങളൊക്കെ ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ അല്പോത്തമാദി യോഗം പോലത്തെ യോഗങ്ങൾ. അപ്പോൾ അവർക്ക് ആ ജാതകത്തിൽ ഏത് ഗ്രഹമാണ് വീക്കായിട്ടിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ആ ഗ്രഹത്തിൻ്റെ ദോഷം മാറാനുള്ള ഗ്രഹശാന്തികര യന്ത്രം എന്നൊക്കെ പറയും. നവഗ്രഹങ്ങളുടെ ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് തണുപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ കൊടുക്കാവുന്ന ക്രമങ്ങളുണ്ട്. അപ്പം ഇപ്പം മോഡേണായിട്ട് കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഈവിളൈ എന്ന് പറഞ്ഞിട്ട് മാല ധരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ. അതൊക്കെ ഇപ്പം ഒരാളിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വീട്ടിൽ സമാധാനമില്ല അല്ലെങ്കിൽ അവിടെ ഐശ്വര്യമില്ല പറഞ്ഞാൽ വീട്ടിലേക്കും ചില യന്ത്രങ്ങൾ വെക്കാറുണ്ട്. ഉണ്ട്, ഗ്രഹത്തിൽ സ്ഥാപിക്കാറുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ്? അപ്പം ആ ഗ്രഹനിലയിൽ വെച്ചിട്ടാണോ നോക്കുന്നത്, അത് ആളിൻ്റെ നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ 4ാം ഭാവം എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രഹത്തിൻ്റെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാവും ജ്യോതിഷപ്രകാരം ഒറ്റ നോട്ടത്തിൽ. പിന്നെ ആ 4ാം ഭാവത്തിനെ എടുത്തിട്ട് നമ്മൾ അതിനെ സ്ഫുടം ചെയ്ത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഈ പറഞ്ഞ പോലെ ശത്രുബാധാ വിഷയങ്ങളുണ്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ഈ തരത്തിലുള്ള യന്ത്രങ്ങളെ സ്ഥാപിക്കുക. അത് വീടിൻ്റെ 4 മൂലയ്ക്ക് ഇപ്പോൾ ഈ പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വാസ്തുദോഷം. അപ്പോൾ പഞ്ചശിരസ് സ്ഥാപിക്കും. പഞ്ചശിരസ് സ്ഥാപിച്ചാലും ചില ആൾക്കാർക്ക് വാസ്തുദോഷത്തിൻ്റെ പ്രശ്നങ്ങൾ മാറാറില്ല. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പഞ്ചായുധ സ്ഥാപനം എന്ന് പറഞ്ഞിട്ടൊരു ക്രമമുണ്ട് ദുർഗയുടെ. അങ്ങനെ പിന്നെ ആ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ചില വീട്ടിനകത്ത് എപ്പോഴും കലഹങ്ങളായിരിക്കും. അപ്പോൾ അത് വാസ്തുപ്രകാരം അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ കലഹം മാറാനായിട്ട് വീട്ടിൽ സമാധാനം ഉണ്ടാകാനായിട്ടുള്ള യന്ത്രങ്ങൾ, ചിലത് നമ്മൾ കിടപ്പുമുറിയിൽ വെക്കുന്ന യന്ത്രങ്ങളുണ്ട്, ചിലത് വീടിൻ്റെ ഒത്ത നടുക്ക് സ്ഥാപിക്കുന്നത്, ചിലത് പൂജാമുറിയിൽ വെക്കുന്നത്. എല്ലാ യന്ത്രങ്ങളും പൂജാമുറിയിൽ വെക്കേണ്ടതല്ല. പിന്നെ വീടിൻ്റെ നമ്മൾ ഇങ്ങോട്ട് കയറുന്ന വാതിലിൻ്റെ ഇടത് ഭാഗത്ത് വെക്കുന്നുണ്ട്, വലത് ഭാഗത്ത് വെക്കുന്നുണ്ട്, ഒത്ത നടുക്കിൽ വെക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രഹത്തിൽ ഓരോ രീതിയിൽ സ്ഥാപിക്കാനും നിയമങ്ങളുണ്ട്. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ഈവിളൈ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് വരുന്ന ഇപ്പം നമ്മളെല്ലാവരും ഈ അഫർമേഷൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ. അപ്പോൾ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് നമ്മളിങ്ങനെ വിചാരിക്കുക, എന്താ പറയുക, ഞാൻ നല്ലവനാകുന്നു, അല്ലേ? ഇതാണല്ലോ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മുടെ ഒരു കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നടക്കുക എന്ന് വിചാരിക്കുക, പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു തോട്ട് കയറി വരും, അത് അയ്യോ ഇത് ഇങ്ങനെ പ്രശ്നമാവുമല്ലോ, അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളിത് ചില ആൾക്കാർ പറയും, എനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അല്ലേ? ചില വ്യക്തികൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അറിയാം. പക്ഷേ ഗുണം പറയുന്ന ആരും അറിയില്ല, പ്രശ്നം വരുന്നത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇത് റാൻഡംലി വരുന്നൊരു തോട്ടാണ്, അല്ലേ? നമ്മൾ പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ഈ തോട്ടിന് കുറച്ചുകൂടി നമ്മൾ ഡെപ്തിൽ ചിന്തിച്ചാൽ നമുക്കറിയാം, ഇതിനകത്ത് നമുക്കൊരു വേദനയും കൂടി കൂടിയിട്ടാണ് വരിക. ഇപ്പം നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വരികയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരാൻ പോവാം, നമുക്ക് അയാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമോ എന്നുള്ളൊരു പേടി, ഒരു വേദന, ഒരു ഇമോഷൻസും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഈ തോട്ട് വരുന്നത്. ഈ റാൻഡംലി വരുന്ന തോട്ട്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ തോട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒരിക്കലും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചെടുത്താൽ അത് ചിലപ്പോൾ അത്ര എഫക്റ്റ് ആവില്ല. പക്ഷേ ഇങ്ങനെ വരുന്ന തോട്ട്സ് പെട്ടെന്ന് എഫക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? നമുക്ക് പെട്ടെന്ന് ആ നെഗറ്റീവ് നമുക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് എഫക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പോസിറ്റീവ് വന്നാൽ അത് എഫക്റ്റ് ആവണമല്ലോ. പക്ഷേ ഇങ്ങനത്തെ പോസിറ്റീവ് തോട്ട്സ് നമുക്ക് ആർക്കും വരാറില്ല എന്നുള്ളതാണ് പൊതുവെ സത്യം. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തെടുക്കും. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, കിടക്കപ്പായിൽ ഇരുന്ന ഉടനെ ഞാൻ ചിന്തിക്കുക, ഞാൻ നല്ലവനാണ്. അപ്പോൾ ഈ ചിന്തിക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലൊരു തോട്ടുണ്ടാവും, ഇത് ഞാൻ നന്നാൻ വേണ്ടി ചിന്തിക്കുന്നതാ. മറ്റേ സാധനത്തിനകത്ത് അതില്ല, മറ്റത് പെട്ടെന്ന് കയറി വരുന്നൊരു സാധനം. അങ്ങനെ പറയുമ്പോഴേ ഒരു ഡൗട്ട് വെച്ചിട്ട്, ഈ തകിട് അല്ലെങ്കിൽ ഈ പറയുന്ന ടൂളുകളുടെ ഒരു മോഡേൺ വേ തന്നെ അല്ലേ ഈ അഫർമേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്? അതിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അതിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതായത് ഇത് പർപ്പസ്ഫുള്ളി അല്ലാതെ നമുക്ക് വരുത്താൻ കഴിയണം. ശരിയാ, കറക്റ്റാണ്. നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ ലൈഫിൽ അത് ബാധകമാണ്. നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നതിന് പകരം നമുക്ക് ഈ വിത്ത് ഫീൽ എഫക്റ്റോട് കൂടി നമുക്ക് പോസിറ്റീവ് തോട്ട്സ് കൂടി വന്നാൽ അത് വർക്കൗട്ട് ആവും. അതെങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നില്ല, ഇതാണ് പ്രശ്നം. അത് നമ്മൾ ജ്യോതിഷ വിധി പ്രകാരമൊക്കെ നോക്കുകയാണെങ്കിൽ പൂർവ്വജന്മാർജിതമായിട്ടുള്ള ദുരിതമാണെന്ന് പറയും. തന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പൂർവ്വജന്മം എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരു കാര്യമാണ്. തന്ത്രത്തിൽ കുറച്ചും കൂടി ഇത് സയൻറ്റിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃക്കളാണ്, അതായത് അച്ഛനമ്മമാരാണ്. പുനർജന്മം എന്ന് പറഞ്ഞാൽ സന്തതി പരമ്പരകളാണ്, കുട്ടികളാണ്. ഇത് ജനറ്റിക്കലി നോക്കുമ്പോൾ കറക്റ്റ് ആണല്ലോ. ഇപ്പോൾ പൂർവ്വജന്മാർജിതമായിട്ടുള്ള ദുരിതം എന്ന് പറയുന്നത് ഒന്നുകിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള പ്രശ്നമായിരിക്കും. നമ്മൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്നൊക്കെ പറയാം. മനസ്സിലായോ? അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമയാണ് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നത്,
ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് എപ്പോഴും പേടിപ്പെടുത്തുന്നതും എപ്പോഴും നെഗറ്റീവായിട്ടും എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക്, ആ കുട്ടി വലുതായിട്ടാണല്ലോ നമ്മളെപ്പോലെയൊക്കെ ആകുന്നത്, നമുക്കൊക്കെ എപ്പോഴും ഈ തോട്ട്സ് ആയിരിക്കും കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. അതിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയും ഇല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ന്യൂറോ വയറിങ് ആ രീതിക്ക് സെറ്റ് ആവുന്നതാണ് ഈ ഒരു ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത് വർക്കൗട്ട് ചെയ്തെടുക്കും. അപ്പം നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ദുരിതം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇതാണ് അല്ലേ. ഇതെന്തുകൊണ്ടുണ്ടാവുന്നു? അവർക്ക് അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്നു. ആർക്ക്? ഈ മാതാപിതാക്കൾക്ക്. അവരത് കുട്ടികളുടെ മേത്ത് തീർക്കുന്നു. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇതിനെ നമുക്ക് മന്ത്രവിധാന പ്രകാരം നമുക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു യന്ത്രം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മാനസിക ശാരീരികമായിട്ടുള്ള തലങ്ങളിലെല്ലാം എഫക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ വർക്കൗട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഈ ക്രമങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പോസിറ്റീവ് തോട്ട്സ് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെന്ത് വേണം? ഈ പറഞ്ഞ പോലത്തെ ന്യൂറോ വയറിങ് മാറണം. ഈ ന്യൂറോ വയറിങ് മാറണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക്, ഇപ്പം നമ്മളൊരു മണ്ഡലകാലം എന്നൊക്കെ പറയുമല്ലോ, 41 ദിവസം വ്രതം. ഇത് നമ്മുടെ ആയുർവേദ വിധി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ 41 മനുഷ്യനൊരു ചേഞ്ച് വരാനുള്ള സമയമാണ്. അതായത് നമ്മുടെ മാനസിക തലത്തിൽ ഒരു കംപ്ലീറ്റ് ഒരു സ്വഭാവ രൂപീകരണം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ നമുക്ക് ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ നടത്തിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പോസിറ്റീവ് തോട്ട് ഡെവലപ്പ് ആവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഒരു 25 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ 25 വർഷമായിട്ടുള്ള അയാളുടെ നെഗറ്റീവ് എക്സ്പീരിയൻസിനോടാണ് അയാൾ 1 വർഷം കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവണം. അപ്പോൾ ഈ റാൻഡംലി നെഗറ്റീവ് വരുന്നതിന് ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് പർപ്പസ്ഫുള്ളി ചിന്തിച്ചിട്ടല്ല, പോസിറ്റീവായിട്ട് മനസ്സിന് ശാന്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ അവലംബിച്ചെടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പം അത്തരത്തിൽ നമ്മുടെ ന്യൂറോ വയറിങ്ങിനെ റീവയർ ചെയ്തെടുക്കുക, അങ്ങനെ ചെയ്തെടുക്കാനുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ അഫർമേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരു ദിവസം രാവിലെ എണീറ്റിരുന്നിട്ട് എനിക്ക് ഇന്ന് പൈസ വരും, ഐ ആം മണി മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ തകിടുകളും ഈ കെട്ടുകളും ഒക്കെ ചെയ്യുന്നതും അത് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. കാരണം അതിലത്തെ മന്ത്രങ്ങളും കൂടി സ്വാധീനിക്കുന്നുള്ളതാണ്. മന്ത്രങ്ങൾ കൂടെ പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ മെഡിസിൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചരട് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ചരടെടുത്ത് കെട്ടുകയല്ല. ഇപ്പം എല്ലായിടത്തും നമ്മളിങ്ങനെ ജപിച്ച് കെട്ടുകയല്ലേ, അങ്ങനെയല്ല. ഇതിനകത്ത് നമ്മൾ ചില മരുന്നുകളുടെ പൊടികൾ കൂട്ടിയിട്ടാണ് ഇത് കെട്ടുന്നത്. പിന്നെ ഓരോ കളറുള്ള ചരട്, അപ്പം ഇത് ഓരോ കളറിന് നമ്മളെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും. ഈ മരുന്നുകൾക്ക് നമ്മുടെ ശരീരത്തിൽ, അത് നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക, സ്കിൻ ഈറ്റ്സ് എന്നൊക്കെയാണല്ലോ പറയുക. ഇത് ശരീരത്തിലല്ലേ വരുന്നത്. അപ്പം സ്കിന്നിലൂടെ അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സ്മെല്ല് പോവും. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മനസ്സാണ് നമ്മുടെ എല്ലാത്തിനും കാരണം. അപ്പം മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ് ആണല്ലോ, എ ഗ്രൂപ്പ് ഓഫ് തോട്ട്സ് ആണ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിക്ക് ഇതിനെ നമുക്ക് സ്വാധീനിക്കാൻ ഇതിന് കഴിവുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്.